എന്റെ കുഞ്ഞ് എങ്ങനെയാവണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. മക്കൾക്ക് മുന്നിൽ ഇക്വാലിറ്റി കാണിക്കുക. ആൺപെൺ വ്യത്യാസമില്ല. പെൺകുട്ടി രാവിലെ എഴുന്നേറ്റ് പോരുമ്പോ പെൺകുട്ടി മാത്രല്ല ബെഡ്റൂമിൽ നിന്ന് എണീറ്റ് പോരുമ്പോ ബെഡ്ഷീറ്റ് മടക്കി വൃത്തിയാക്കി വെക്കേണ്ടത് ആൺകുട്ടിക്ക് മടക്കി വൃത്തിയാക്കി വെക്കാം. ഇല്ലേ? ആണിനെയും പെണ്ണിനെയും ഒരുപോലെ നമ്മൾ ശീലിപ്പിക്കണം. രാവിലെ ഉറക്കം ഉണർന്ന് എഴുന്നേറ്റ് വരുമ്പോ അവൻ ഉറങ്ങിയ കിടപ്പ്, അവൻ ഉറങ്ങിയ ബെഡ്, ആ ബെഡ്ഷീറ്റ് മടക്കി വൃത്തിയാക്കി വെക്കാൻ ആണിനെയും പെണ്ണിനെയും ഒരുപോലെ ശീലിപ്പിക്കാനാണ് മതം പഠിപ്പിക്കുന്നത്. പെൺകുട്ടി മാത്രല്ല അവൾ കഴിച്ച പാത്രം കഴുകി വെക്കേണ്ടത്. കഴിച്ച പാത്രം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കഴുകി വെക്കാൻ ശീലിപ്പിക്കുക. ഈ ഇക്വാലിറ്റി പഠിപ്പിക്കേണ്ടത് ഉമ്മയാണ്. ഇത് ശീലിപ്പിക്കേണ്ടത്. മക്കളെ ഒരുപോലെ പരിഗണിക്കുക. കാരണം എന്താണെന്നറിയോ? പല തെറ്റുകളുടെയും ശിക്ഷ, പല കുറ്റങ്ങളുടെയും പല തിന്മകളുടെയും ശിക്ഷ പടച്ചവൻ പരലോകത്തേക്ക് മാറ്റിവെക്കും. പക്ഷെ ഉണ്ടല്ലോ, ഈ ഭൂമിയിൽ തന്നെ പടച്ചവൻ ശിക്ഷ കൊടുക്കുന്ന 2 തെറ്റുകൾ പറയുന്നുണ്ട്. ആ തെറ്റുകളിൽ ഒന്നാമത്തത് ഫിത്ന ഉണ്ടാക്കുകയാണ്. ഫിത്ന ഉണ്ടാക്കുക. മനുഷ്യന്മാർക്കിടയിൽ ഇങ്ങനെ ഗീബത്തും നമീമത്തും പരദൂഷണമൊക്കെ പറഞ്ഞ് എരുതിയിൽ എണ്ണയൊഴിച്ച് മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾക്കുള്ളിൽ ഇടിച്ച് മിണ്ടണ്ട, ഓളിഞ്ഞങ്ങോട്ട് എന്ത് പറഞ്ഞാൽ ഈ സലാം അടക്കണ്ട, ഈ അങ്ങോട്ട് മൈൻഡ് ചെയ്യണ്ട, നമ്മളെ ഭാഗമേ നോക്കണ്ട, ഈ പിണങ്ങേണ്ട നിന്നോ ഒന്നും പറഞ്ഞിട്ട് മനുഷ്യന്മാരുടെ ഹൃദയങ്ങൾക്കുള്ളിൽ അകൽച്ചയുണ്ടാക്കുന്ന, ഫിത്ന ഉണ്ടാക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യരാണോ മരിക്കാൻ കാത്തുക്കൂലോല പടച്ചോൻ. ഇവിടെ തന്നെ കൊടുക്കുമെന്ന്, ഈ ഭൂമിയിൽ തന്നെ കൊടുക്കും പോലും. രണ്ടാമത്തെ ശിക്ഷ എന്താണെന്നറിയോ ഭൂമിയിൽ നിന്ന് കൊടുക്കുന്നത്? ഇനീക്വാലിറ്റി കാണിക്കുക, അഥവാ അനീതി കാണിക്കുക. എവിടെ അനീതി കാണിക്കുക? മക്കൾക്കിടയിൽ ആൺകുട്ടിക്കൊരു നീതി, പെൺകുട്ടിക്കൊരു നീതി. കുറ്റം കുറ്റം പഠിച്ചോണ്ടെടുത്തുന്നത് മക്കൾക്കിടയിൽ അനീതി കാണിക്കുക. രണ്ടാമത്തെ അനീതി എവിടെയാ? മക്കൾക്കും മരുമക്കൾക്കും ഇടയിൽ അനീതി കാണിക്കുക.